ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുത്തേട്ടോ. ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് കുറെ നാളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ഒരു വ്ളോഗ് ഒക്കെ എടുത്തിട്ടെ, അതുകൊണ്ട് ഞങ്ങളൊരു വ്ളോഗ് എടുത്തു. ഏഞ്ചലിന്റെ ഇവിടെ ഇരുന്ന് ഹായ് ഹായ് പറയുവാണ്. അപ്പം എന്താ സംഭവം, എന്തിനാ പോയി എന്നൊക്കെ വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പൊ പിന്നെ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഏഞ്ചൽ ഭയങ്കര ഖുഷിയിലാണ്, നമുക്ക് ആടി ആടി കാണിച്ചു തരുവാണ്. പ്ലെയിൻ കിസ് എടുത്തേ, പ്ലെയിൻ കിസ് ഇല്ല, അവള് മൈക്ക് തട്ടിപ്പിടിച്ചു നോക്കുക. അപ്പൊ നമുക്കെല്ലാം വ്ളോഗിൽ കാണാം. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു 3 മണി 3:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നേരത്തെ ഇറങ്ങണമെന്നാണ് കരുതിയത്. പിന്നെ ഏഞ്ചലിന്റെ ഒരുക്കവും എല്ലാം, ഏഞ്ചൽ ഉറങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏഞ്ചലിനെ എഴുന്നേപ്പിച്ച് ഒരുക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ടൈം വൈകി. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ 3:30 ആയപ്പോൾ ഇറങ്ങിയത്. നേരെ അമ്മയ്ക്കും അപ്പയ്ക്കും ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമില്ലായിരുന്നു, അവർ മാത്രം പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഊട്ടയിൽ തന്നെ ഇരുന്നു, അവരങ്ങ് അവിടോട്ടങ്ങ് പോയി. പിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഏഞ്ചലിനും ചെറിയ മുഷിപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെളിയിൽ അനീഷ ഏഞ്ചലിനെ കൊണ്ടുപോയി നടത്തുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ പോയി. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനിടയിൽ ഏഞ്ചലിന് അവളുടേതായ കുസൃതികളൊക്കെ ആള് കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം ഓട്ടോ നിർത്തിയിട്ടതും ആൾക്ക് താഴെ ഇറങ്ങി നിൽക്കണം എന്നായിരുന്നു ആദ്യത്തെ വാശി. അതുകൊണ്ട് പിന്നെ താഴെ ഇറക്കി നിർത്തി. അപ്പൊ പിന്നെ ഷൂ ഒക്കെ കാലിൽ നിന്ന് ഊരി വെളിയിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര വിളിയിടലൊക്കെ ആയിരുന്നു. എന്താ സംഭവം ഞങ്ങൾക്ക് ആദ്യം കത്തിയില്ല, പിന്നെ ആള് കാണിച്ചു തന്നപ്പോഴാണ് കേട്ടോ കത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ റിലയൻസിലായിട്ടാണ് കേട്ടോ പോയത്. ആക്ച്വലി റിലയൻസിൽ പ്രിയയും അമ്മയും ഏഞ്ചലും മാത്രമാണ് കേട്ടോ പോയത്. ഞങ്ങൾക്ക് പിന്നെ TVSന്റെ ഷോറൂമിലൊന്നും പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അപ്പയും നേരെ ഷോറൂമിലേക്കാണ് കേട്ടോ പോയത്. പ്രിയയും അമ്മയും മാത്രം പോയതുകൊണ്ട് അവിടുത്തെ റിലയൻസിലെ വീഡിയോസ് ഒന്നും അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ നല്ല സമയം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കാര്യം തീർക്കാം എന്ന മട്ടില് അവര് റിലയൻസിലും ഞങ്ങള് ഷോറൂമിലായിട്ട് അങ്ങ് പോയത്. പിന്നെ അവർക്ക് അവിടെ നിന്നെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പേനെ വിളിച്ചു. അങ്ങനെ അപ്പ പോയി അവരെ ഷോറൂമിലോട്ട് എടുത്തിട്ട് വന്നു കേട്ടോ. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതുവരെ ഞാൻ ഷോറൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഏഞ്ചൽ അവിടെ ഭയങ്കര നോട്ടി ആയിരുന്നു എന്നൊക്കെ പ്രിയ വന്നപ്പോൾ തന്നെ പറയുമായിരുന്നു. കയ്യിലടങ്ങിയൊന്നും ഇരിക്കുന്നില്ല, കുറച്ച് നോട്ടിയൊക്കെ ആയിരുന്നു, ഇനി നീ തന്നെ വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പെട്ടെന്ന് കൊണ്ടുവന്നേക്കാം. കാരണം ഏഞ്ചൽ നോട്ടിയായ കാരണം പെട്ടെന്ന് അവർക്കൊന്നും നോക്കാനൊന്നും പറ്റാതെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ കയറിയത്. കാരണം നല്ല ടൈം പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല സമയം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാത്തിൻ്റെയും, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഷോർട്ടായിട്ട് ഇരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് ഏഞ്ചലിനൊരു കൊലുസെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവൾക്കൊരു ഫുൾ മണിയുടെ കൊലുസെടുക്കണമെന്ന് അമ്മ ചുമ്മാ പറയുമായിരുന്നു. അപ്പം ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ അല്ലേ വരുന്ന, അപ്പം അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു വെള്ളിയുടെ കൊലുസനെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതമ്മ നേരത്തെ മനസ്സിൽ കുറിച്ചിട്ടത് തന്നെ. അതുകൊണ്ട് ഇപ്പം ബർത്ത്ഡേ എടുക്കാനായല്ലോ, അതുകൊണ്ട് ഏഞ്ചലിനെ കൊണ്ടുപോയി കൊലുസെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ. എന്തായിരുന്നാലും 2-3 ആവശ്യമുണ്ട്. അപ്പം ഒരു ദിവസം അങ്ങ് ഇറങ്ങുവാണെങ്കിൽ എല്ലാ ആവശ്യവും തീർത്തിട്ട് വരാം എന്ന മട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, ആവശ്യങ്ങളൊക്കെ ഒരുപാട് കാണുമല്ലോ. എൻജിയുടെ നോട്ടിനെസ് എൻജി അവിടെയും കാണിക്കാതിരിക്കാൻ മറന്നില്ല. അവിടെ നല്ലപോലെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ആള് കുറച്ചധികം തന്നെ ഭയങ്കര നോട്ടി ആയിരുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ശല്യമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഷർട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് അവൾക്ക് ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി ഇടാതെ വെച്ചിരിക്കുമായിരുന്നു. ഇച്ചിരി കൂടെ വളർന്നതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ ഞങ്ങൾ കണ്ടപ്പോൾ ഒരാഗ്രഹം, കുറെ നാളുകൊണ്ട് ഇരിക്കല്ലേ, ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ എന്ന് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ആൾക്ക് ഓക്കെ ആണ്, പക്ഷെ കൈ മാത്രം ഒരുപാട് അങ്ങ് വലുതാക്കി. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സിൽ അവളെ കാണാൻ. ഇങ്ങനത്തുള്ള ഡ്രസ്സൊക്കെ ആൾക്ക് ചേരുമെന്ന് ഇതോടെ മനസ്സിലായി. ഞാൻ പിന്നെ കൂടുതലും ഫ്രോക്ക് മാത്രമല്ലാതെ ഈ ടൈപ്പ് ഡ്രസ്സ് അവൾക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഫ്രോക്കൊക്കെ ആണെങ്കിൽ കുത്തുന്നതൊക്കെ ഇട്ട് കൊടുക്കാൻ വെച്ച് മടിയുള്ള കൂട്ടത്തിൽ. നിങ്ങൾക്ക് ഏഞ്ചൽ വാവയുടെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാന്നൊന്ന് കമന്റ് ഇട്ടേക്കണേ. പിന്നെ ജുവലറി അല്ലേ, അവിടെ ഇങ്ങനെ ഒരുപാട് കണ്ണാടികളും എന്താ പറയണ്ട കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമല്ലോ സൈഡില്. അപ്പൊ അഡ്വർടൈസ്മെന്റ് നോക്കി ഏഞ്ചല് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏഞ്ചലിന്റെ വിചാരം പടത്തിൽ കാണുന്നതല്ല, അതായത് ഈ ഫ്രെയിമിലൊക്കെ കാണുന്ന എല്ലാം ദൈവങ്ങളാണെന്നാണ് കേട്ടോ.
എല്ലാ ഫ്രെയിമിലും അവൾ ഉമ്മ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറെ അഡ്വർടൈസ്മെന്റിന് ഉമ്മ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ കണ്ണാടി കിട്ടിയപ്പോ ആള് കണ്ണാടിയിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എത്ര നോക്കിയിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കയറി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിടിച്ചു മാറ്റും, വീണ്ടും അവിടെ തന്നെ എത്തും ആള്. ഭയങ്കര ഞങ്ങക്ക് കുറച്ച്, പിന്നെ കുട്ടിയല്ലേ അവള്, അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് വിട്ടു കളഞ്ഞു. ഭയങ്കര കളിയായിരുന്നു കേട്ടോ കണ്ണാടി നോക്കിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പ വെളിയിൽ തന്നെ ഇരിക്കായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വാങ്ങുക. പിന്നെ കൊലുസൊക്കെ എടുക്കുന്ന ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് ബ്രേസ്ലെറ്റ് ഒക്കെ കണ്ടപ്പോൾ പ്രിയയ്ക്കും ഒരു ബ്രേസ്ലെറ്റ് വാങ്ങാൻ മോഹം. അങ്ങനെ ഓസിനും പ്രിയ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിച്ചു അമ്മേനെ കൊണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് യാത്രയാണ് കേട്ടോ. ഞാൻ പുറത്തൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് ടൈം അല്ലേ, നല്ല രസമായിരിക്കും പുറത്തൊക്കെ കാണാൻ. അങ്ങനെ പുറത്തുള്ള കുറച്ച് വീഡിയോസ് എടുത്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ. അപ്പൊ അതേ ഞങ്ങള് അനശ്വരയിൽ പോയിട്ട് വാങ്ങിച്ച സിൽവേഴ്സ് ആണ് കേട്ടോ. ഒന്ന് ഏഞ്ചലിന് വേണ്ടിയിട്ട് വാങ്ങിച്ച കൊലുസാണ് കേട്ടോ. ഏഞ്ചലിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കൊലുസും. പിന്നെ അവിടെ പോയപ്പോ എനിക്കൊരു സിൽവറിന്റെ ചെയിൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ചെയിനും കൂടെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നേ. ആദ്യം എനിക്ക് വാങ്ങിച്ചതിനെ കാണിച്ചു തരാം. ചക്കണായി ഇതാണ് കേട്ടോ. എൻ്റെ അളവിനും ഇതേ കിട്ടിയുള്ളായിരുന്നു. കാണുന്നുണ്ടോ? സിൽവറിന്റെ ചെയിൻ ആണ് കേട്ടോ. ഞാൻ അനശ്വരയിൽ ഇങ്ങനെ റീല് കാണുമ്പോഴേ ചിന്തിക്കും സിൽവറിന്റെ വല്ല ചെയിനും വാങ്ങിച്ചിട്ടാ കൊള്ളാം എന്നുള്ള രീതിയിലും. അപ്പം ഇത് സിൽവറിന്റെ ചെയിൻ എനിക്ക് വാങ്ങിച്ചതാണ്. ഇത് അവക്ക് വാങ്ങിച്ചത് അവളുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ്ടെ എന്നിട്ട് അങ്ങ് അതിനെ കോലപ്പെടുത്തുക. ഏഞ്ചലിന് ഞങ്ങള് ഫുൾ മണിയുടെ കൊലുസാണ് കേട്ടോ. ഫുൾ മണി വേണോന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ അതെ, കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് സൗണ്ട്? അത് തന്നെ ഈ കൊലുസ്. അമ്മ ഏഞ്ചൽ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പൊ ഏഞ്ചൽ നടന്നു പോകുമ്പോ എന്തായാലും നമുക്ക് എവിടെ നിൽക്കുന്നു ആളെന്നൊന്നും അറിയണമല്ലോ. അതിന് ഫുൾ മണി തന്നെയാണ് ബെസ്റ്റ്. അതുകൊണ്ടാണ് ഫുൾ മണിയുടെ നോക്കി തന്നെ വാങ്ങിച്ചത്. ചോദിക്കുന്നുണ്ട്, കൊടുക്കാം. ഏഞ്ചലിന്റെ ചെലങ്ക അമ്മ തായേ. ഏഞ്ചലിന്റെ കാലിൽ നേരത്തെ കിടന്ന വെള്ളിക്കൊലിച്ച് ഇത്രയും മണിയില്ലായിരുന്നു കേട്ടോ. ഒരു 9 മണിയേ അതിലുണ്ടായിരുന്നുള്ളൂ. അതാകുമ്പോ ഇതിൽ ഒരുപാട് മണികളുണ്ട്. നമുക്കിത് ഇങ്ങനെയൊക്കെ വയ്ക്കാം. സൈസ് ചെറുതായുണ്ടോ? ബൈ പറയൂ. ബൈ പറ. ടാറ്റ പറ. ഏഞ്ചല് കളിയില്ല. ഏഞ്ചലിന്റെ കൊലുസുമായിട്ടിരിക്കും ഏഞ്ചല്. ടാറ്റ പറയൂ. കണ്ടാ പറയത്തില്ല. ബൈ ബൈ പറ. ടാറ്റ പറ. ബൈ ബൈ പറ. ബൈ പറഞ്ഞാ തരും. ബൈ പറ. ബൈ പറ. അവിടെ നോക്കി ബൈ പറഞ്ഞേ. ഏഞ്ചല് കുസൃതിയിലിരിക്കുക. ടാ 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 ടാ. ടാറ്റ പറഞ്ഞു. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോട് ഇന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവര് ബൈ.